വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിതെന്താ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ചെരുപ്പും കൊണ്ട് നിൽക്കുന്നതെന്നല്ലേ. ചെരുപ്പിൻ്റെ ബക്കിൾ ചെറുതായിട്ടൊന്ന് ലൂസായതാണ്. അതൊന്ന് സെറ്റാക്കിയതാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് രാവിലെ 5 മണിക്ക് എണീറ്റ് മൂന്നാറൊന്ന് പോവാം കേട്ടോ. 2 ദിവസത്തേക്കൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇത്രയും പുലർച്ചെ ഇത്രയും നന്നായിട്ട് റെഡിയായിട്ട് എവിടെയെങ്കിലും പോകുന്നത്. പുലർച്ചെയൊക്കെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഒന്നുകിൽ എൻ്റെ വീട്ടിലേക്ക് പോകും പുലർച്ചെ, അതല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. തിരിച്ച് ബാംഗ്ലൂർക്ക് പോകും. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇത്രയും ആർഭാടായിട്ട് ഡ്രസ്സിങ്ങും മേക്കപ്പും ഒന്നും ചെയ്തിട്ട് പോവാറില്ല കേട്ടോ. എന്തേലും ഒരു ഡ്രസ്സ് ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ ചുരുട്ടി കെട്ടിയിട്ട് അങ്ങ് പോവാ ചെയ്യുന്നത്. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് സുന്ദരിക്കുട്ടപ്പിയായി ഡ്രസ്സൊക്കെ ഇട്ട് അതും കൂടാണ്ട് ലിപ്സ്റ്റിക്കും മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല ഇരുടായിരുന്നെങ്കിലും 6 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല വെളിച്ചം വന്നു ട്ടോ. ഇപ്പം അങ്ങനെയാണല്ലോ. പിന്നെ അതും കൂടാണ്ട് 8, 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടങ്ങ് തുടങ്ങും, നല്ല വെയിലും. അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ ഇറങ്ങിയത് ട്ടോ. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാട്ടോ പോയത്. ഞങ്ങൾ 8 പേരുള്ളത് കൊണ്ട് ഒറ്റ വണ്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ. ഞങ്ങളെല്ലാവരും ഉണ്ട്. അത് പറയാൻ മറന്നുപോയി. അനിയൻ്റെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും പിന്നെ അച്ഛനും അമ്മയാട്ടോ ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഒരു 7, 7:30 ആയപ്പോഴേക്കും ഞങ്ങളൊന്ന് കാലി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് കിരണേട്ടൻ്റെ അനിയൻ, അതായത് എൻ്റെ ബ്രദർ ഇൻ ലോ. കൂടെ വീഡിയോയിൽ കാണുന്ന ആൾ ഞങ്ങളുടെ അച്ഛനാണ് കേട്ടോ. ചായ കുടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാട്ടോ നിർത്തിയത്. പഴയടം രുചി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാട്ടോ നിർത്തിയത്. സത്യം പറയാലോ ഭയങ്കര ബോറായിരുന്നു കേട്ടോ ഫുഡ്. അതുമാത്രമല്ല കറിപ്പാത്രങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ കഴുകിയിട്ട് വൃത്തിയാവായിട്ട് ചെറിയൊരു കറുപ്പ് കളറൊക്കെ പിടിച്ചിട്ടുണ്ട്. അമ്മ അത് അവിടെയുള്ള ആളെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പഴയിടത്തിൻ്റെയൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് ഒരു മിനിമം ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ചെല്ലുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ 9:30, 10 മണിയാകുമ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്തിന് മുന്നേ തന്നെ വെയിൽ നന്നായിട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. വണ്ടി കുറച്ച് നേരം വെയിലത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നാൽ പിന്നെ പറയണ്ട, അതിൻ്റെ ഉള്ളിൽ കിടന്ന് പുഴുങ്ങുകയെന്നല്ലാണ്ട് എ സിയൊക്കെ ഒന്ന് സെറ്റായി വരാൻ തന്നെ കുറേ സമയം എടുക്കുന്നുണ്ട്. അത്രയും ചൂട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പാലേക്കര ടോൾ പ്ലാസ എത്തി ട്ടോ. ടോൾ പ്ലാസയിൽ ഞങ്ങൾ 1 മണിക്കൂറോളം കുടുങ്ങിയിട്ടുണ്ട്. പ്ലാസ പെട്ടെന്ന് കടന്ന് കിട്ടി. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു ട്രാഫിക് ജാം, എൻ്റെ ദൈവമേ! എന്താ വണ്ടി ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്തൊരവസ്ഥയായിരുന്നു. 1 മണിക്കൂറോളം ഞങ്ങളവിടെ കിടന്ന് ആ ഒരു സമയത്താട്ടോ ഞാൻ ഈ സൺസ്ക്രീമൊക്കെ വാരി പൊത്തിയത്. എന്തൊരു വെയിലെന്നാ പറയാ, സഹിക്കാൻ പറ്റാത്ത വെയിൽ. മുന്നിന്നും സൈഡിൽ നിന്നൊക്കെ വെയിലടിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ വണ്ടിക്ക് നമുക്ക് കൂളിംഗൊന്നും അത്ര വലിയ കൂളിംഗൊന്നും ഒട്ടിക്കാനും പറ്റില്ലല്ലോ. ഇങ്ങനെ ഈ വെയിലത്ത് വണ്ടിയിൽ കിടന്ന് പുഴുങ്ങുന്ന സമയത്ത് കിരണേട്ടൻ പറയാന്ന് കേട്ടോ, ഇനി ഈ നാട്ടിലെ റോഡ് പണി കഴിയുന്നതിന് മുന്നേ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വരൂല. ഇതിലും ബെറ്റർ വല്ല ട്രെയിനിലും പോകുന്നതായിരുന്നു. മൂന്നാർ ഭാഗത്തേക്കാണെങ്കിൽ ട്രെയിനും ഇല്ല, പിന്നെ എന്താക്കും. അങ്ങനെ ഒടുക്കത്തെ ഈ ട്രാഫിക് ജാമും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടിമാലി എത്തിയ സമയത്ത് 3:30 ആയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് പ്രകാരം ഞങ്ങൾ 12 മണിക്കും അടിമാലി എത്തേണ്ടതാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഉച്ചയ്ക്കത്തെ ഫുഡ് റിസോർട്ടിൽ എത്തിയിട്ട് കഴിക്കാമെന്നാണ്. പക്ഷേ ട്രാഫിക് ജാമൊക്കെ കുടുങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വളരെ ലേറ്റായിട്ടേ റിസോർട്ടിലെത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ വഴിക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് റിസോർട്ടിലേക്ക് വന്നത്. അടിമാലിയിലാട്ടോ ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇതിനും ചെറിയൊരു കഥയൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയേ പറയാം ട്ടോ. ഇവിടെ എത്തി ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി ട്ടോ. ഈ ഒരു റിസോർട്ട് ഉണ്ടല്ലോ ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് ട്ടോ. ഇവിടുത്തെ കെയർ ടേക്കർ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇവിടെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് പറിച്ച് കഴിക്കാം. പിന്നെ അത് കൂടാണ്ട് ഇവിടെ 8, 9 റൂമുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ റൂംസിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചുമരൊക്കെ മണ്ണൊക്കെ വാരി പൊത്തിയ ടൈപ്പുള്ള ചുമരുകളൊക്കെ ആട്ടോ. അത് ഞാൻ ഓർമ്മയില്ല വീഡിയോ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സ്റ്റാർ ഫ്രൂട്ട്സ്, വിളിമ്പിപ്പുളി, പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഫ്രൂട്ട്സുകളായിട്ട്. കൊക്കോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ ചക്കയുണ്ട്, മാങ്ങയുണ്ട്. ഇതൊക്കെ നമുക്ക് പറിച്ച് കഴിക്കാം. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പിന്നെ പെറ്റ് ഫ്രണ്ട്ലി ആണ്. ഇവിടെയുണ്ട് ട്ടോ 2 നായ്ക്കുട്ടികളും, 1 ലാബും, 1 പോമറേനിയനും. നല്ല എന്താ പറയുക, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗുകളാണ് രണ്ടും. ഈ സ്റ്റാർ ഫ്രൂട്ട്സ് പറിച്ച് കഴിക്കുന്ന സമയത്ത് ഞാൻ പൊന്നൂൻ്റെ അടുത്ത് ഒരു പഴയ ഞങ്ങളുടെ ഒരു കഥ പറഞ്ഞു ട്ടോ. ഞങ്ങൾ LP കാലഘട്ടമാണെന്ന് തോന്നുന്നു. ഒരു 3, 4, 5 നമ്മൾ LPയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾ നടന്നിട്ടാട്ടോ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാനും എൻ്റെ കസിൻസും അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഒന്നിച്ചിങ്ങനെ രാവിലെ നടന്ന് പോകുന്ന സമയത്ത് അവിടെ ദാച്ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുണ്ട്. ദാക്ഷായണി എന്നാണെന്ന് തോന്നുന്നു ആ ചേച്ചിയുടെ ശരിക്കും പേര്. എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത് കേട്ടിട്ടുള്ളത്. അവരുടെ വീട്ടിലുണ്ട് ഈ സ്റ്റാർ ഫ്രൂട്ട്സ്. അപ്പോൾ രാവിലെയും വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അതൊക്കെ പറിച്ച് തിന്നുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകലും സ്കൂളിൽ പോക്കൊക്കെ. അങ്ങനെ കുറച്ച് നൊസ്റ്റോ കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിലും ഒക്കെ ഇരുന്ന് പിന്നെ ഞങ്ങളുടെ റൂമിലേക്ക് വന്നു ട്ടോ. ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ റൂമിലേക്ക് എത്തിയതാണ്. ഇതാട്ടോ ഞങ്ങളുടെ റൂം. ഇതിൻ്റെ ഹെഡ് ബോർഡ് അടക്കം മരത്തിൻ്റെ പീസസ് വെച്ചിട്ടാണ് ചുമരിലേക്ക് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതല്ലാണ്ട് നമ്മുടെ സാധാരണ കട്ടിലിന് കാണുന്ന ടൈപ്പ് ഹെഡ് ബോർഡുകളൊന്നും ഈ ഒരു കട്ടിലിനില്ല കേട്ടോ. ഫുള്ള് വുഡിൻ്റെ പീസസ് വെച്ചിട്ടാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാൽക്കണിയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മണ്ണ് വാരി പൊത്തിയിട്ടുള്ളൊരു തരം വാളാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ പുറം വാളുകൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അകത്ത് മാത്രമേ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ളൂ. ഫുള്ള് പുറം ഭാഗം മണ്ണിൻ്റെ കളറും മണ്ണ് തന്നെ വാരി പൊത്തിയിരിക്കുന്നത് പോലെയാട്ടോ ഉള്ളത്. ഇതൊക്കെ ഫുള്ളായിട്ട് റൂമൊക്കെ ഒന്ന് നടന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഉറങ്ങിയേക്കാന്ന്. മുഖമൊക്കെ നന്നായി കഴുകിയിട്ട് പിന്നെ ഒന്ന് പോയി റെസ്റ്റ് എടുത്തിട്ടോ. ഈ റെസ്റ്റ് എടുക്കുന്ന വീഡിയോ ഞാൻ അറിയാണ്ട് കിരണേട്ടൻ എടുത്ത് വെച്ചിരുന്നതാണ്. അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്ന് മാത്രം. നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ക്ഷീണമുണ്ട്. ആ ട്രാഫിക് ജാമിൻ്റെയും ചൂടിൻ്റെയൊക്കെ ക്ഷീണം ഒരു 1.5 മണിക്കൂറത്തെ ഉറക്കം കൊണ്ട് എല്ലാവരും അങ്ങ് തീർത്തിട്ടുണ്ട്. ഞാൻ മാത്രമൊന്നുമല്ല, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ഇനി കിരണേട്ടൻ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഉറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കില്ലല്ലോ. അങ്ങനെ ഇവരെ ഞങ്ങൾ എഴുന്നേറ്റതിന് ശേഷം പിന്നെ അവരടുത്ത് ചായയും പഴംപൊരിക്കൊക്കെ പറഞ്ഞു കേട്ടോ. പഴംപൊരി വിട്ടിട്ടൊരു കച്ചവടം ഇവർക്കില്ലാത്തത് കൊണ്ട് അങ്ങനെ പഴംപൊരി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് വരുമ്പോഴേക്ക് തന്നെ ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇവിടെ ചെറിയൊരു ട്രക്കിംഗ് പോലത്തെ ഒരു സംഭവമുണ്ട്, അതിന് വേണമെങ്കിൽ രാവിലെ പോവാം. അതല്ലാതെ ഇവിടെ അടുത്ത് ചെറിയൊരു മറ്റേ നമ്മുടെ KSEB ഇല്ലേ, അതിൻ്റെ എന്തോ ഒരു സംഭവമുണ്ട്. അത് കുറച്ച് ദൂരം കയറിപ്പോയിട്ട് അണക്കെട്ട് പോലെ എന്തോ സംഭവമാണ്. എനിക്കങ്ങ് കറക്റ്റായിട്ട് കത്തിയില്ല എന്താ സംഭവമെന്ന്. അങ്ങനെ കയറി പോകണ്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ പോയതാണ്. ഞങ്ങളുടെ കൂടെ അവിടെയുള്ളൊരു കുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പാറപ്പുറത്ത് അവിടെ എന്താ ലോക്കിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ നൂണ് വഴിയിലേക്കൂടെയൊക്കെ കയറിയിട്ട് ഈ പാറപ്പുറത്തൊക്കെ കയറി ഫുള്ള് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ ഹൈറ്റിലും താഴത്തെ വാലിയും ഫുള്ള് പച്ചപ്പ്. അത്രയും പച്ചപ്പ് വെച്ചാൽ ഫുള്ള് പച്ചപ്പ്. പിന്നെ നല്ല എന്താ പറയുക, നല്ല ക്ലൈമറ്റും ചെറിയൊരു കാറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഏകദേശം ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് സൺസെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. ഒരു 1/2 മണിക്കൂറോളം നമ്മൾ ഈ പാറപ്പുറത്ത് ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പൊക്കെ ആയിട്ട് എല്ലാവരും ഫുള്ള് ബിസി ആയിരുന്നു. എത്ര ഫോട്ടോസും വീഡിയോസും എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വേണം എല്ലാം ഒന്ന് ഡിലീറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കി ഡിലീറ്റ് ചെയ്യണമല്ലോ, ഇല്ലേ പിന്നെ ഫോൺ നിറഞ്ഞു പോകുമല്ലോ. അങ്ങനെ ഞങ്ങൾ പാറപ്പുറത്ത് നിന്നൊക്കെ വന്നതിന് ശേഷം പിന്നെ എല്ലാവരും കൂടെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടി കേട്ടോ. ഞാൻ വെള്ളത്തിൽ ഇറങ്ങൂല എന്ന് വിചാരിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടി നനയും എന്നുള്ളത് കൊണ്ട്. ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ട് മാത്രമേ തല കുളിക്കൂലൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് അവസാനം എല്ലാവരും കൂടെ എന്നെ ഫുള്ളായിട്ട് നനച്ച് മുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും പിൻഷി ഇറങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവസാനം ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് എല്ലാവരും. ഓട്ട മത്സരവും മുങ്ങിക്കളിക്കലും ഒന്നും പറയണ്ട, നല്ല രസമായിരുന്നു. പൊതുവേ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ അധികം ഇറങ്ങാത്ത ഒരാളാണ്. എനിക്കെന്തോ ഇഷ്ടമില്ല. പക്ഷേ ഇപ്രാവശ്യം നന്നായിട്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടെ. നീന്തം പഠിപ്പിക്കലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വിദ്യകളും അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരട്ടെ. വെള്ളത്തിൽ എങ്ങനെയാണ് പൊങ്ങിക്കിടക്കാമെന്നും അത് കിരണേട്ടൻ പറഞ്ഞു തന്ന ഐഡിയ കേട്ടോ. നമ്മുടെ ലങ്സിൽ ഫുള്ളായിട്ട് നമ്മൾ ഓക്സിജൻ നിറയ്ക്കുക, എന്നിട്ട് നമ്മൾ മുങ്ങുക. മുങ്ങുമ്പോൾ നമ്മുടെ ശരീരം പൊങ്ങും. അതാണ് കിരണേട്ടൻ്റെ കണ്ടുപിടുത്തം. ഏതോ ഇംഗ്ലീഷ് സിനിമയിൽ കണ്ടിട്ട് തട്ടുന്നതാണ്, സത്യമാണോ എന്നറിയില്ല. പക്ഷേ ഞങ്ങൾ ചെയ്തപ്പോൾ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആരും ചെയ്ത് നോക്കൊന്നും വേണ്ട. വെറുതേലും സ്വിമ്മിംഗ് പൂളിലും മുങ്ങിക്കിടന്ന് ചത്തുപോയി എന്നുള്ള ചീത്തപ്പേര് കേൾപ്പിക്കണ്ട. അങ്ങനെ 1.5 മണിക്കൂറോളം വെള്ളത്തിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയി കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഞങ്ങൾ ഇവിടുത്തെ ഫുഡല്ല കേട്ടോ കഴിച്ചത്. ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് കഴിച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഫുഡ് കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് കഴിക്കുകയും ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇവിടെ കേട്ടോ. ഇവിടുത്തെ ഫുഡ് കഴിക്കാതിരിക്കാനുള്ള മെയിൻ കാരണം നല്ല കോസ്റ്റ്ലിയാണ്, അതുകൊണ്ടാണേ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ചെറിയൊരു സ്റ്റോറി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ റിസോർട്ടിനെ കുറിച്ച്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റിസോർട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പല സ്ഥലത്തും മൂന്നാർ ഇനി ഒരു തപ്പാനുള്ള റിസോർട്ട് ഉണ്ടായിരുന്നില്ല. അത്രയും റിസോർട്ടിൽ ഞങ്ങൾ കുത്തിരുന്ന് വിളിക്കുകയായിരുന്നു. പക്ഷേ ഒരു റിസോർട്ടിലും നമുക്ക് ആവശ്യമുള്ള ദിവസത്തേക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ഞങ്ങൾ വയനാട്ടിലും കൂർഗിലൊക്കെ വിളിച്ച് നോക്കിയിട്ടുണ്ട്. എവിടെയും റിസോർട്ട് ഫ്രീ ആയിരുന്നില്ല. അവസാനം ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ്, രാത്രി 11 മണിയാണ് ഞാൻ പറയുന്നത്. 11 മണിയൊക്കെ ആയപ്പോഴാണ് നമുക്ക് ഈ റിസോർട്ടിൻ്റെ സെറ്റായി കിട്ടിയത്. പക്ഷേ അവസാനം കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ബോറായിരിക്കും, ചിലപ്പോൾ ഈ എന്താ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ പൈസ കൊടുക്കുന്നത് വെറുതെ നഷ്ടമായി പോകുമെന്നുള്ള ചിന്തയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്ത് തന്നെ. പക്ഷേ ഇവിടെ എത്തി കണ്ടപ്പോഴാണ് നമുക്ക് ആകെ സമാധാനമായത്. അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒന്നുകൂടെ വരാൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് തന്നെ. അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും.
ഫുള്ള് പച്ചപ്പായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ഇവിടെ കെയർ ടേക്കർ നല്ല അടിപൊളിയാണ് ട്ടോ. അങ്ങേരെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി മനുഷ്യൻ. നേരത്തെ ഞങ്ങൾ മണമണാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നില്ലേ? അത് ഇവിടുത്തെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് പറയാൻ മറന്നുപോയി. പല ഐറ്റംസും ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ഫ്രൂട്ട്സും ജ്യൂസും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒറ്റ ദിവസത്തെ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ പീസ്ഫുള്ളായിട്ട് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ. ബൈ.